അങ്ങനെ തിരുവനന്തപുരം നഗരം പൊങ്കാലക്കായി പൂർണ്ണമായി സജ്ജമായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ KSRTC ടെർമിനലിന് ഫ്രണ്ടിലാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്തുമാത്രം ജനങ്ങളാണ് ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായാലും അതുപോലെ തന്നെ KSRTCയുടെ ഫ്രണ്ടിലായാലും ഒരുപാട് ജനങ്ങൾ, ഇഷ്ടം പോലെ ആൾക്കാർ നാളെ ഒരു ശകലം പോലും ഇത് കൊടുക്കാനില്ലാതെ ഒരു ഗ്യാപ്പ് കിട്ടാത്ത രീതിയിലാണ് അവരെല്ലാം വളരെ അക്ഷമരായിട്ടിരിക്കുകയാണ് കേട്ടോ നാളത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും പോലും ഒരുപാട് ഭക്തജനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പൊങ്കാലയിടാൻ വന്നവരെല്ലാം ഇനി പൊങ്കാല സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ്. റോഡ് സൈഡിലെല്ലാം പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം വിൽക്കാനുണ്ടായിരുന്നു. ഇവിടെ വന്നിറങ്ങിയ ഭക്തരെല്ലാം പറയുന്നത് തിരുവനന്തപുരത്ത് എന്തും വാങ്ങാൻ സാധിക്കും, അത്രയ്ക്ക് വിലക്കുറവിലാണ് എല്ലാ സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്നത്. അതുപോലെ ഒരു സൈഡിൽ നാളത്തെ ഭക്ഷണത്തിനായിട്ടുള്ള പാചകപ്പുരയിലാണ് പാചകക്കാരെല്ലാവരും. ജാതി മത ഭേദമന്യെയാണ് എല്ലാവരും ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ അവർക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതെല്ലാവരും അടിച്ചു പൊളിക്കുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വരെ ഈ പൊങ്കാല മഹോത്സവത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഒത്തിരി ഇപ്പോൾ ഈസ്റ്റ് ബോട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഈസ്റ്റ് ബോട്ടിലാണ് നിൽക്കുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ വർഷത്തേക്കാളും ഗംഭീരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണിതൊക്കെ. രാത്രി 12 മണിയായപ്പോഴേക്കും പൊങ്കാല അടുപ്പുകളെല്ലാം അവിടെ നിരന്നു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ റോഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം കച്ചവടം തകൃതിയായി നടക്കുകയാണ്. എല്ലാം വില കുറച്ച് കൊടുക്കുകയാണ്. 100 രൂപയ്ക്ക് വരെ ഡ്രസ്സുകളും ചെരുപ്പുകളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം വിലക്കുറവിൽ വിൽക്കുന്നത് കണ്ട് വന്ന ആൾക്കാരെല്ലാം ഇതൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ ആഘോഷം എന്ന് തന്നെ പറയാം ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല സമയത്ത് മാത്രമാണ് നമുക്ക് ഇത്രയേറെ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഒരുപോലെ ഈ ആറ്റുകാൽ പൊങ്കാല സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. തിരുവനന്തപുരത്തുള്ള വൈബ് കണ്ടപ്പോൾ ചേച്ചിമാർക്കും വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. എല്ലാവരും പാട്ടും ഡാൻസുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളാണ്. ഇനി ഇതുപോലെ ഒന്ന് ആഘോഷിക്കണമെങ്കിൽ 1 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇവിടെ സ്ത്രീക്കോ പുരുഷനോ യാതൊരു വ്യത്യാസവുമില്ലാതെ പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്തെ ആഘോഷങ്ങളുടെ ഒരു പൂരപ്പറമ്പാക്കിയിട്ട് പോകുന്നത്. എന്തായാലും വന്നവരെല്ലാം പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ, തിരുവനന്തപുരം പൊളിയാണെന്ന്. അത് ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. മറു സൈഡിൽ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മൺകലങ്ങളും മൺപാത്രങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തേക്കാളും ഇത്തവണ പൊങ്കാല കാണും എന്നതിൽ ഒട്ടും തന്നെ സംശയം വേണ്ട. കാരണം 12 മണി ആയപ്പോഴേക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് തമ്പാനൂരിലെയും കിഴക്കേക്കോട്ടയിലും കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് വർഷമായി. ഞങ്ങള് ടൂറിസ്റ്റ് വണ്ടിയില് ബസ്സില് 2 വണ്ടി ഫുള്ളുണ്ടായിരുന്നു. എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ്? ഞങ്ങള് കിഴക്കേക്കോട്ട താലൂക്ക് ഓഫീസിൽ. അമ്പലത്തിൽ പോയായിരുന്നോ? അമ്പലത്തിൽ പോയി. എത്ര സമയം ക്യൂവിൽ നിന്നു? ക്യൂ കുറെ നിന്നു. എന്നാലും നല്ലവണ്ണം തൊഴാൻ പറ്റും. ഫാമിലി ആയിട്ടാണോ വന്നത്? അതോ അല്ല, ഞങ്ങള് അടുത്തുള്ള ഒരു ബന്ധുക്കളാണ്. എവിടെന്നാ വരുന്നേ? ഞങ്ങള് വൈക്കത്തുനിന്ന്. നിങ്ങൾ എത്ര പേരായിട്ടാ വന്നേ? ഞങ്ങള് 13 പേരുണ്ട്. 13 പേര്. എവിടെ ഇരുന്നാ പൊങ്കാല? എവിടെ ഇരുന്നായിരുന്നേ? പൊങ്കാല തമ്പി നഗറില്. എല്ലാ വർഷം വരുന്നതാണോ? 2 വർഷം വന്നവരുണ്ട്, 3 വർഷം വന്നവരുണ്ട്. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത്? അതെ, ആഗ്രഹമൊക്കെ സഫലമാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസം. അമ്പലത്തിൽ പോയായിരുന്നു എല്ലാവരും? നാളെ പോകും. നാളെ പൊങ്കാല ഇട്ടതിന് ശേഷം ശരി.
ഈ കടയുടെ മുന്നിൽ എന്തിനാണ് ഇത്രയും കൂട്ടമെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് കയറിയപ്പോഴാണ് ഏത് ഡ്രസ്സ് എടുത്താലും 100 രൂപയ്ക്ക് വിൽക്കുന്ന കാഴ്ച. ഓൾഡ് സ്റ്റോക്കെല്ലാം ഈ പൊങ്കാല സമയത്ത് അവർ വിറ്റഴിക്കപ്പെടുകയാണ്. പൊങ്കാലയുടെ തലേ ദിവസമാണ് നമുക്ക് തിരുവനന്തപുരത്ത് ഇത്രയേറെ വൈബ് കാണാൻ സാധിക്കുക. ഇന്ന് എല്ലാവരും പൊങ്കാല ഇടുന്ന തിരക്കിലായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ തമ്പാനൂരിലും ഈസ്റ്റ് ഫോർട്ടിലും കണ്ട കാഴ്ചകൾ കേട്ടോ. കണ്ടിട്ട് ഒരുപാട് സമയം നമ്മൾ അവിടെ തന്നെ നിന്ന് വരാൻ തോന്നിയില്ല. രാത്രി 1 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇതൊക്കെ കണ്ടുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല എന്നതാണ് സത്യം.